ഇന്ന് നമ്മൾ പിരിമ്പി പുളി കൊണ്ട് ഒരു അച്ചാറാണ് ഇട്ടിടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതുകൊണ്ട് പുളിങ്കറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഇതേ കുറച്ച് ഇരുമ്പൻ പുളി നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. നമുക്ക് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും അരിയാം. ഞാൻ ഇപ്രാവശ്യം നീളത്തിൽ അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ടിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ്. അതൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കടുകും ഉലുവി ഇട്ട് കൊടുക്കാൻ കേട്ടോ. കടുകും ഉലുവിയും ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2-3 സ്പൂണ് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉലുവയും കടുകും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊടിച്ചതിന് ശേഷം അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വറുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ആവശ്യമില്ല, ഞാൻ പിന്നെ കുറച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, അച്ചാർ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്ത ഇരുമ്പൻ പുളിയാണ് കേട്ടോ. ഒരുപാടൊന്നും ഉണക്കണ്ട, ഒരു ദിവസത്തെ ഒരു വെയിൽ മാത്രം കൊണ്ടാൽ മതി കേട്ടോ. ഞാനിങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വെയിലത്ത് വെച്ച ഈ പുളി ഇതിങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാണ് കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിലേക്കുള്ളൊരു പാകത്തിന് കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു ലേശം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടി കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കുറച്ചധികം തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ടേസ്റ്റായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്കൊന്ന് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തണുത്ത ശേഷമാണ് നമ്മളതൊരു ബോട്ടിലേക്ക് മാറ്റുന്നത്. തണുത്ത് കഴിയുമ്പോൾ ചാറൊക്കെ ഒന്നുകൂടി വറ്റി നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിരിമ്പിപ്പൊടി അച്ചാർ റെഡിയായി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് കൂടി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.